ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങെൻ്റെ മാതാവു പിതാവുമങ്ങ്, അങ്ങൻ സഖാബന്ധുവുമങ്ങു തന്നെ. അങ്ങെൻ്റെ വിദ്യാധനമങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവ. ശ്രീമദ് ഭഗവത്ഗീത 11-ാം അധ്യായം വിശ്വരൂപദർശന യോഗം 34-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം തഥാന്യാനഭിയോധവീരാൻ മയാ ഹതാംസ്ത്വം ജഹിമാ വ്യധിഷ്ഠ യുദ്ധസ്വ ജേതാസിരണേ സപത്നാൻ. മലയാളം. ഹനിച്ചു ഞാൻ ദ്രോണനെ ഭീഷ്മനെയും ജയദ്രഥൻ കർണനെ യോധൃവൃന്ദം. ജയിച്ചിടും ശത്രുഗണത്തെയെല്ലാം ഹനിപ്പതിൽ നീ വ്യസനിച്ചിടേണ്ട. എന്ത് രസത്തിൽ എഴുതിയിരിക്കുന്നല്ലേ മലയാളം. മയാ ഹതാൻ ദ്രോണം ച ഭീഷ്മം ച. എന്നാൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ കൊല്ലപ്പെട്ട ദ്രോണരെയും ഭീഷ്മരെയും ജയദ്രഥം കർമ്മം ച. കർണൻ ജയദ്രഥനെയും കർണൻ ച കർണനെയും തഥാ അന്യാൻ യോധവീരാൻ അതുപോലെ മറ്റുള്ള യുദ്ധവീരന്മാരെയും ത്വം ജഹി നീ കൊന്നുകൊള്ളുക. മാം വ്യധിഷ്ഠാഹ യുദ്ധ്യ സ്വ വ്യസനിക്കേണ്ട, യുദ്ധം ചെയ്തുകൊള്ളൂ. രണേ സപത്നാൻ ജേതാസി യുദ്ധത്തിൽ ശത്രുക്കളെ നീ ജയിക്കും. അർജുനന് കുറച്ച് ആശ്വാസവാക്കുകളാണ്. നീ എന്തായാലും ജയിക്കും, സാരില്ല, നീ കൊല്ലുന്ന പോലെ കാണിച്ചാൽ മതി. പുറത്തുള്ള ആൾക്കാർക്ക് നീ കൊല്ലുന്നതായിട്ട് തോന്നിയാൽ മതി. ഞാൻ കൊന്നു കഴിഞ്ഞു, ആരെനിക്കാന്ന് ഒന്നും കൂടെ എടുത്തു പറയാണ്. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു, നമുക്ക് അവസാനം കുറച്ച് ലാസ്റ്റ് അവസാനിച്ചപ്പോൾ കുറച്ച് ധൃതിയായിപ്പോയി, സമയം കിട്ടിയിട്ടില്ല. അത് ഒന്നും കൂടെ അവസാനിപ്പിക്കാം കഴിഞ്ഞ ഭാഗം, എന്നിട്ട് ഇത് തുടങ്ങാം. അപ്പം ഈശ്വരൻ എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കൊന്നു കഴിഞ്ഞു, എൻ്റെ കർമ്മങ്ങളാണതൊക്കെ. നിങ്ങൾക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരെപ്പോൾ കൊല്ലണം എന്നുള്ളത് ഞാനാണ് നിശ്ചയിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈശ്വരനെ ഓർത്തുകൊണ്ട് അർപ്പണഭാവത്തോടെ ലോകസേവ ചെയ്യുക. അതാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന കർമ്മം. അത് ചെയ്താൽ മതി. അപ്പോൾ എവിടേക്കാണോ അധർമ്മങ്ങൾ വരുന്നത് അത് ഞാൻ എന്തായാലും നശിപ്പിക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ സൈന്യങ്ങളിവിടെ ഏറ്റുമുട്ടാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഓരോ യോദ്ധാവിനും അവനവൻ്റേതായിട്ടുള്ള ഓരോ കർമ്മങ്ങളുണ്ട്. അതവർ നിർവഹിച്ചോട്ടെ. ഈശ്വരൻ്റെ ഒരു ഉപകരണമാണ് നീയും, നിന്നെപ്പോലെ തന്നെ മറ്റെല്ലാവരും. അപ്പോൾ ആ ഉപകരണമായി പ്രവർത്തിച്ച് വിജയവും കീർത്തിയും ഒക്കെ കൈവരിക്കാൻ ശ്രമിക്കൂ എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ആരൊക്കെയാണ് ഞാൻ കൊന്നത് ആരെയൊക്കെയാണെന്ന് ഒന്നും കൂടെ പേരെടുത്ത് പറയാം. കാരണം ഇവരെയൊക്കെ കൊല്ലാനാണ് അർജുനന് കൂടുതൽ വിഷമമുണ്ടായിരുന്നേ. ദ്രോണാചാര്യർ അർജുനനെ ആയുധവിദ്യ അഭ്യസിപ്പിച്ച ആചാര്യനാണ്. ദിവ്യായുധങ്ങൾ ധാരാളമായി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അദ്ദേഹത്തോട് അർജുനന് നല്ല വിനയമാണ്, ആദരവാണ്. അപ്പോൾ അതുകൊണ്ട് കൊല്ലാൻ കുറച്ച് വിഷമമുണ്ടായിരുന്നു. ആ ദ്രോണരെ ഭീഷ്മപിതാമഹൻ സ്വച്ഛന്ദമൃത്യുവായിട്ടുള്ള ആളാണ്. ജയദ്രഥനാണെങ്കിൽ അജയ്യനാണ്. അങ്ങനെയുള്ള കർണൻ്റെ കാര്യം പറയാനില്ലല്ലോ. കർണൻ അത്രയ്ക്കും വളരെ ദിവ്യായുധം കൈവശമുള്ള ആളാണ്. അപ്പോൾ ഇവരെയൊക്കെ കൊല്ലുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ആദ്യം അർജുനൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും എല്ലാവരും തന്നെ എനിക്ക് ബന്ധുക്കളാണ്, സുഹൃത്തുക്കളാണ്, അതുകൊണ്ട് ഇവരെ കൊല്ലാൻ പറ്റില്ല എന്നാണല്ലോ അർജുനൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ അർജുന, ഇവിടെ നീ അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇവരെയും മറ്റുള്ള യുദ്ധത്തിലുള്ള ആൾക്കാരെയെല്ലാം നീ കൊല്ലുന്ന പോലെ ഞാനാണ് കൊല്ലുന്നത്. ശരിക്കും നീ നിൻ്റെ കഴിവ് കൊണ്ട് ചെയ്യുന്നതല്ല. പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ നീ യുദ്ധം ചെയ്യുന്നതായിട്ട് അഭിനയിക്കുക, യുദ്ധം ചെയ്യുക. നീ കൊന്നോളൂ, വ്യസനിക്കേണ്ട, യുദ്ധം തുടർന്നോളൂ. ഇവരെയൊന്നും കൊല്ലാൻ നീ നീ കൊന്നതല്ല, ഞാൻ തന്നെയാണ്. അവരുടെ സമയമാവുമ്പോൾ അവർ മരിക്കും. അത് നീ ചെയ്താലും ചെയ്തില്ലെങ്കിലും സംഭവിക്കും.
ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ ഒന്നും തന്നെ സംഭവിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരെയും കൊല്ലുന്നത് ഞാനാണ്. ഒരാൾക്ക് മറ്റൊരാളുടെ ജീവൻ എടുക്കാനായിട്ട് യാതൊരു അർഹതയില്ല, സാധിക്കില്ല. നമ്മളുടെ ശരീരത്തെ മുഴുവനായിട്ടും ചിലപ്പോൾ മുറിവേൽപ്പിക്കാൻ പറ്റും മറ്റൊരാൾക്ക്. അവരെപ്പോൾ കൊല്ലപ്പെടണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. നീ വിചാരിച്ചാൽ ഒരാളെ ഞാനിപ്പോൾ കൊല്ലാം എന്ന് വിചാരിച്ചാൽ അവർ മരിക്കണമെന്നുമില്ല. അതേ സമയത്ത് അയാൾ കൊല്ലപ്പെടേണ്ട ആളാണെങ്കിൽ നീ ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ അവർ മരിച്ചിരിക്കും. അതുകൊണ്ട് നീ ചെയ്യുന്നു എന്നേ ഉള്ളൂ. എൻ്റെ കയ്യിലെ ഒരു ഉപകരണമായി നീ ചെയ്യുന്നു. നീയല്ല, നിൻ്റെ കഴിവ് കൊണ്ടല്ല ചെയ്യുന്നത്. ഞാനാണ് തീരുമാനിക്കുന്നത് അവരെപ്പോൾ മരിക്കണം, ആരൊക്കെയാണ് യുദ്ധക്കളത്തിൽ ബാക്കി വരുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് കൊല്ലപ്പെടേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. നിനക്ക് എൻ്റെ ഒരു ഉപകരണം മാത്രമായിട്ട് പ്രവർത്തിച്ചാൽ മതി. നീ അങ്ങനെയാണെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്താണ്? സ്വർഗപ്രാപ്തി ലഭിക്കും, രാജ്യം ലഭിക്കും. നീ ജയിച്ചാലും ഇത് നിൻ്റെ ജയം എൻ്റെ കഴിവ് കൊണ്ടാണ് എന്ന് നിനക്ക് തോന്നുവരുത്. ഇനി അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വിശ്വരൂപം കാണിച്ചത്. ഇനി നീ തോറ്റാലോ അത് നിൻ്റെ തെറ്റുകൊണ്ടുമല്ല. അപ്പോൾ എന്താണ്, എപ്പോൾ ചെയ്യണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ഞാനാണ്. അത് ഭഗവാനെ ഏൽപ്പിച്ചാൽ മതി. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് അവിടെ സമർപ്പിച്ചാൽ മതി. പിന്നെ നമുക്ക് കയ്യും വീശി സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് നടക്കാം. ഒന്നും പേടിക്കാനില്ല, ഭഗവാൻ നോക്കിക്കോളും. പക്ഷെ അത് നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു ബന്ധനങ്ങളും ഇല്ല. പിന്നെ എൻ്റെ അടുത്ത നിമിഷം തീരുമാനിക്കണത് ഞാനല്ല, തീർച്ചയായിട്ടും അത് ഭഗവാൻ തന്നെയാണ് എന്ന തീരുമാനം. എന്ത് വിഷമം വന്നാലും അപ്പോൾ അത് ഭഗവാൻ അതിനൊരു ഉത്തരം തരും എന്നൊന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പോൾ തന്നെ നമ്മൾ ദുഃഖിക്കുന്നത് 100% ആണെങ്കിൽ അത് 2% ആയിട്ട് കുറഞ്ഞു കിട്ടും. അങ്ങനെ ദുഃഖിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ഞാനല്ല തീരുമാനിക്കുന്നത്, ഭഗവാനാണ് തീരുമാനിക്കുന്നത്. എന്താണ് അവിടെ സംഭവിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ഭഗവാനാണ്. അപ്പോൾ ഇവിടെ ഇനി അടുത്തത് അർജുനൻ ചെയ്യാൻ പോകുന്നത്, അർജുനന് കാര്യമൊക്കെ ഏകദേശം മനസ്സിലായി. മാത്രമല്ല ജയിക്കും എന്നുള്ളൊരു ചെറിയ സൂചനയും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്ന ഭഗവാനെ പുകഴ്ത്താൻ പോവുകയാണ് ഇനി അർജുനൻ. പക്ഷേ അതിനിടയിൽ കൂടെ നമ്മൾ പോകുന്നത് 35ാമത്തെ പദ്യത്തിൽ സഞ്ജയ ഉവാച, സഞ്ജയനാണ് പറയുന്നത്. നമ്മളും പേടിച്ചിരിക്കുകയല്ലേ, ഈ വിശ്വരൂപത്തിൻ്റെ വിവരണമൊക്കെ കേട്ട് നമ്മളും പേടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ ഒന്ന് മെല്ലെ ട്രാക്ക് മാറ്റി യുദ്ധക്കളത്തുനിന്ന് മെല്ലെ ധൃതരാഷ്ട്ര അടുത്തേക്ക് വിടുകയാണ് കവി. അടുത്ത 35ാമത്തെ ശ്ലോകം സഞ്ജയനാണ് പറയുന്നത്. സഞ്ജയ ഉവാച ഏതത് ശ്രുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലിർവേപമാന കിരീടി നമസ്കൃത്വാ ഭൂയ ഏവാഹ കൃഷ്ണം സഗദ്ഗദം ഭീത പ്രണമ്യ. മലയാളം. സഞ്ജയൻ ആ കേശവൻ ചൊന്നതു കേട്ട നേരം ഉൾക്കമ്പമോടെ കരമുട്ടുകൂപ്പി പേടിച്ചു കണ്ഠത്തിനിടർച്ചയോടി നമിച്ചു തന്നെ മൊഴിയോതി പാർത്ഥൻ. കേശവസ്യ ഏതത് വചനം ശ്രുത്വ, ഭഗവാന്റെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് കിരീടി അർജുനൻ ഭീത ഭയാധിക്യത്താൽ, അല്ലെങ്കിൽ വിറച്ചാണ് നിൽക്കുന്നത്. വേപമാനഹ വിറച്ചുകൊണ്ട്, പേടികൊണ്ട് ഇങ്ങനെ വിറച്ച് നിൽക്കുകയാണ്. കൃഷ്ണം പ്രണമ്യ നമസ്കൃത്വ, ഭഗവാനെ തലകുനിച്ച് നമസ്കരിച്ച്, കൃതാഞ്ജലി കൈകൂപ്പി, സഗദ്ഗദം തൊണ്ടയിടറാണ്, പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല പേടിച്ചിട്ട്. ഗദ്ഗദത്തോടുകൂടി ഭൂയഹ ഏവ ആഹ, വീണ്ടും പറയുന്നു. ഇത് സഞ്ജയൻ വിവരിച്ചു കൊടുക്കുകയാണ് ധൃതരാഷ്ട്രക്ക്. അടുത്ത ശ്ലോകം മുതലാണ് അർജുനൻ ഭഗവാനെ പുകഴ്ത്തുന്നത്. അപ്പോൾ ഈ രൂപം കണ്ട് വിശ്വരൂപം കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചത് അർജുനനാണ്. ആ രൂപം കൊണ്ട് ശാന്തമായ രൂപത്തിൽ നിന്ന് പെട്ടെന്ന് ഇതിനുള്ളിൽ എന്തൊക്കെയാണ് കണ്ടതെന്ന് അർജുനന് ഇനി ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയുള്ള ഭയാനകമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നത്. ഒരിക്കലും നമ്മൾ നേരത്തെ ശ്ലോകങ്ങളിൽ വിവരിച്ച പോലെയുള്ള രൂപം, ധാരാളം മുഖം, എവിടെ തിരിഞ്ഞാലും പേടിപ്പെടുത്തുന്നു. അതിലേക്ക് ഇങ്ങനെ നദികൾ ഒഴുകുന്ന പോലെ ആൾക്കാരിങ്ങനെ വായിലേക്ക് വീഴുന്നു.
ചിലരെയൊക്കെ പിടിച്ചമർത്തി ഞെരിച്ചു കൊല്ലുന്നു, മറ്റു ചിലർ സ്വമേധയാ ഒഴുകിപ്പോകുന്നു. ഭഗവാന്റെ രൂപം കണ്ട് പേടിച്ച് വിറച്ച് അപ്പം മുതൽക്കേ നിൽക്കുകയാണ്, താണ് തൊഴുകയാണ്, അറിയാണ്ട കൈകൂപ്പി തൊഴുകയാണ്. നമ്മളിപ്പോൾ ഒരു സിംഹത്തിൻ്റെ മുന്നിൽ പെട്ടാൽ എങ്ങനെയിരിക്കും? സിംഹത്തിനോട് യാചിച്ചിട്ട് കാര്യമില്ല എന്നെ കൊല്ലരുത് എന്ന്. അതുപോലെ അർജുനൻ കൈ കൂപ്പിയിട്ട് അങ്ങയുടെ ഈ രൂപം ഇതായിരുന്നോ വിശ്വരൂപം എന്നാണ് അവിടെ അർജുനൻ ചിന്തിക്കുന്നത്. ഇപ്പോൾ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. കാരണം അങ്ങ് തന്നെയാണ് എല്ലാം, അങ്ങില്ലാതെ ഈ ലോകം നിലനിൽക്കില്ലെന്നും സൃഷ്ടി സ്ഥിതി സംഹാരം ഇതെല്ലാം അങ്ങയിൽ നിന്ന് തന്നെ ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ എനിക്ക് ധാരാളം മനസ്സിലായി. ഇപ്പോൾ ഭഗവാനെ വീണ്ടും വീണ്ടും തലകുനിച്ച് ആ പേടി അങ്ങനെ തന്നെ ഉണ്ട്, വിറയ്ക്കുന്നുണ്ട്. അങ്ങനെ കൈ കൂപ്പി വീണ്ടും വീണ്ടും പറയാണ്. ഇവിടെ സഞ്ജയൻ പറയുന്നു എന്ന് പറയാൻ കാരണം സ്വന്തം മക്കളോടുള്ള അമിതമായ വാത്സല്യം കൊണ്ട് ആണ് ധൃതരാഷ്ട്രക്ക് വിവേകം മര്യാദയ്ക്ക് ഉദിക്കാത്തത്. അത് സഞ്ജയന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു നീക്കം കൂടെ നടത്തുകയാണ് അവിടെ സഞ്ജയൻ. കാരണം ധീരയോദ്ധാക്കളിൽ പെട്ടതാണ് അർജുനൻ. ആ അർജുനൻ പോലും ഭയചകിതനായിട്ട് ഈ വിശ്വരൂപത്തെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഈ വിശ്വരൂപ ദർശനത്തിൻ്റെ ഒരു വിവരണം കഴിഞ്ഞ ശ്ലോകങ്ങളിൽ വായിച്ചപ്പോൾ നമ്മൾക്ക് പോലും പേടി പിടിച്ചു. അങ്ങനെയുള്ളൊരു വിവരണം നൽകി നോക്കിയാൽ എന്താണ് ഭഗവാൻ എന്ന് കുറച്ചെങ്കിലും ഈ മുന്നിൽ നിൽക്കുന്ന തേരാളിയായ ശ്രീകൃഷ്ണൻ യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് കുറച്ചെങ്കിലും ധൃതരാഷ്ട്രക്ക് മനസ്സിലാവും എന്നും സഞ്ജയൻ ചിന്തിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും ഇഷ്ടനായിട്ടുള്ള ഒരു തോഴനാണ് അർജുനൻ, വില്ലാളി വീരനാണ്. ആ അർജുനൻ പോലും ഭയം കൊണ്ട് കിടുകിടെ വിറച്ച് വീണ് വണങ്ങുകയാണ് ഭഗവാനെ. തൊണ്ട ഇടറിക്കൊണ്ടുമാണ് സംസാരിക്കുന്നത് എന്നൊക്കെ വിവരിച്ചപ്പം അങ്ങനെയാണല്ലോ ഈ പദ്യത്തിൽ സഞ്ജയൻ വിവരിച്ചത്. ഇത് കേട്ടാൽ ഏകദേശം മനസ്സിലാവുമല്ലോ ഭഗവാൻ ആരാണ് എന്താണ് എന്നുള്ളത്. അപ്പോൾ കൗരവരുടെ നില മഹാ അപകടത്തിൽ തന്നെയാണ്. കാരണം ഒരു തേരാളിയായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിലും ഇതാണ് സത്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നൊരു ചെറിയൊരു നമുക്ക് മുന്നേക്കൂട്ട് റിസൾട്ട് അറിയാമെന്ന് പറഞ്ഞ മാതിരി ധൃതരാഷ്ട്രക്ക് എന്തെങ്കിലും മനസ്സിലായിക്കോട്ടെ എന്നും കൂടെ സഞ്ജയന് ആഗ്രഹമുണ്ട്. പക്ഷേ ധൃതരാഷ്ട്രയുടെ മനസ്സിൽ യാതൊരു ബുദ്ധിയും ഉദിക്കുന്നില്ല, ബുദ്ധി മാത്രം തന്നെയുള്ളൂ, നല്ല ബുദ്ധിയൊന്നും ഉദിക്കുന്നില്ല. എന്തായാലും സഞ്ജയൻ അത് വിവരിച്ചു. ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. അർജുനൻ അതാ പേടിച്ച് വിറച്ച് ഭഗവാന്റെ മുന്നിൽ താണു വണങ്ങി ഗദ്ഗത കണ്ഠത്തോടെ പറയുന്നു എന്നാണ്. വിറച്ചിട്ട് പറയാൻ പോലും പറ്റുന്നില്ല, എന്താണ് സംസാരിക്കുന്നതെന്ന് പോലും അർജുനന് പുറത്തേക്ക് വരുന്നില്ല പേടിച്ചിട്ട് എന്നൊക്കെ വിവരിച്ചു കൊടുത്തു. അടുത്ത ശ്ലോകം മുതൽ 36ാമത്തെ ശ്ലോകം മുതൽ ഭഗവാനെ സ്തുതിക്കാൻ പോവുകയാണ്. കാരണം ഈ വിശ്വരൂപം കണ്ട് എല്ലാ കാര്യങ്ങളും വാസ്തവം എന്താണ് എന്ന് അർജുനന് മനസ്സിലായി. പക്ഷേ ധൃതരാഷ്ട്രക്ക് അത് മനസ്സിലായിട്ടുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഭഗവാനെ നമസ്കരിക്കുകയാണ് ഇവിടെ ചെയ്തത്. ഭഗവാനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ശ്ലോകങ്ങളാണ് അടുത്ത് വരുന്നത്. അപ്പോൾ 36ാമത്തെ ശ്ലോകം ചൊല്ലുന്നത് അല്ലെങ്കിൽ പറയുന്നത് അർജുനനാണ്. അടുത്ത ദിവസം വായിക്കും. ഓക്കെ. അസ്മിൻ പരാത്മനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിതപത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാതാലയ വാസവിഷ്ണു.